എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ പ്ലാൻ ചെയ്യുന്ന സ്ട്രാറ്റജികളോ തന്ത്രങ്ങളോ ഒക്കെ വിജയിക്കണമെങ്കിൽ നിർബന്ധമായും നമ്മളൊക്കെ ഫോക്കസ് ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ഒരു വിന്നിങ് ആസ്പിറേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. 2 വേർ ടു പ്ലേ, എവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നിശ്ചയിക്കുക. ഹൗ ടു വിൻ, എങ്ങനെ വിൻ ചെയ്യാം, അതിന് എന്തൊക്കെ ക്യാപ്പബിലിറ്റീസ് വേണം, ആൻഡ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചൊന്ന് നോക്കാം. കാരണം പലപ്പോഴും നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോഴാണ്. അപ്പോൾ ഈ എനർജി ഉണ്ടാവുക എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് സക്സസ് ഉണ്ടാകുമ്പോഴാണ്. ആ സക്സസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിന്നിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ വിജയതന്ത്രങ്ങൾ മെനയുക എന്നുള്ളത്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നാമത്തത് വിന്നിങ് ആസ്പിറേഷൻ, വിജയിക്കാനുള്ള ഒരു താല്പര്യം, ത്വര അതുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് നമുക്ക് എന്താണോ വ്യക്തമായി നമ്മുടെ വിജയ ലക്ഷ്യം അത് വളരെ ക്ലിയറായിട്ടും കമ്പല്ലിംഗ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും നമ്മുടെ ടീമിനൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഗോൾ വേണം. നമുക്ക് എല്ലാവർക്കും പ്രചോദനം ഉണ്ടാവുന്ന ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അത് ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് മെനയുക. ടീമിനെല്ലാം അതിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ഈ വിന്നിങ് ആസ്പിറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം വേർ ടു പ്ലേ, എവിടെയാണ് നമ്മുടെ ബിസിനസ്സിൽ ആക്ച്വലി നമ്മൾ കളിക്കേണ്ടത്, അതായത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏത് സെഗ്മെൻറ്റിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രി ഡൈനാമിക്സ് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതായത് നമ്മുടെ ശക്തിയും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ശക്തിയും പോരായ്മകളും ഇതൊക്കെ കറക്റ്റായിട്ട് അസസ് ചെയ്ത് ഒരു ഇഫക്റ്റീവായിട്ടുള്ള മാർക്കറ്റ് പൊസിഷനിങ്, മാർക്കറ്റിൽ എങ്ങനെ പോയി പൊസിഷൻ ചെയ്യണം, ഏത് രൂപത്തിലായിരിക്കണം മറ്റുള്ള ആളുകൾ നമ്മളെ നോക്കിക്കാണേണ്ടത്, നമ്മുടെ പ്രസ്ഥാനം ഏത് രൂപത്തിൽ അറിയപ്പെടണം, ഇത് നിശ്ചയിക്കുക എന്നുള്ളതാണ് വേർ ടു പ്ലേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഹൗ ടു വിൻ, എങ്ങനെ ഈ മാർക്കറ്റിൽ നമ്മൾ വിജയിക്കും, അതിന് എന്തൊക്കെ ക്യാപ്പബിലിറ്റീസാണ് നമുക്ക് ആവശ്യം, എന്തൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമാണ്, എന്ത് വാല്യൂവിലായിരിക്കും നമ്മുടെ പ്രസ്ഥാനം അറിയപ്പെടുന്നത്, നമ്മുടെ കമ്പനിക്ക് എന്തൊക്കെ കോമ്പിറ്റൻസികൾ ഉണ്ടായിരിക്കണം, ഇതെല്ലാം നിശ്ചയിക്കണം. നാലാമത്തെ കാര്യം ക്യാപ്പബിലിറ്റി സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന് കുറേ ക്യാപ്പബിലിറ്റീസ് ഉണ്ടാവും. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും അറിവും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങളെ നമ്മുടെ സ്ട്രാറ്റജി ആയിട്ടൊന്ന് അലൈൻ ചെയ്യണം. എന്നിട്ട് ഏറ്റവും പ്രധാനമായും വിജയിക്കാൻ ആവശ്യമായ കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തേ മതിയാവും. അതിനുള്ള ആളുകൾ നമ്മുടെ ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കണ്ടെത്തുക, പ്രോസസ്സുകൾ സെറ്റ് ചെയ്യുക, സംവിധാനങ്ങൾ അതിലേക്ക് ഒരുക്കിയെടുക്കുക. എന്നിട്ട് എപ്പോഴും ഒരു റീഇൻഫോഴ്സ് ചെയ്യുക. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ വിജയ ലക്ഷ്യത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടെങ്കിലാണ് ഈ ക്യാപ്പബിലിറ്റി സിസ്റ്റം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത്. ആൻഡ് ഫൈനലി മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മളിത് മാനേജ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ സംരംഭകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് സ്ഥാപനത്തെ മികച്ച രൂപത്തിൽ മാനേജ് ചെയ്യുക, റിസോഴ്സുകൾ നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കുക, നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കുക എന്നൊക്കെയുള്ളത്. അതിനെ സഹായിക്കുന്ന രൂപത്തിലുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ടാവുക. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, മാനേജ്മെൻറ്റ് കൺട്രോൾ സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ഡാറ്റ ഡാഷ്ബോർഡുകളൊക്കെ നോക്കി നല്ല ഡാറ്റയുടെ പിൻബലത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ആ മെട്രിക്സുകൾ ഡിഫൈൻ ചെയ്യുക, നമ്മുടെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസെൻറ്റീവ്സും സിസ്റ്റംസും എല്ലാം ഗോൾസുമായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജികൾ, തന്ത്രങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻ്റ് ആവുന്നത്. ഇനി നമ്മളെല്ലാവരും ഒന്ന് നോക്കുക, നമ്മളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ അവലംബിക്കുന്ന സ്ട്രാറ്റജി ഒരു വിന്നിങ് സ്ട്രാറ്റജി തന്നെയാണോ? ഈ പറയുന്ന 5 കാര്യങ്ങൾ, നമുക്കൊരു വിന്നിങ് ആസ്പിറേഷൻ ഉണ്ടോ, എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മുടെ ബിസിനസ് പൊസിഷൻ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആണോ, എങ്ങനെ വിജയിക്കാം എന്നുള്ളത് നമ്മുടെ പ്ലാൻ ഉണ്ടോ, നമ്മുടെ ക്യാപ്പബിലിറ്റീസ് ഡിഫൈൻ ചെയ്തൊരു സിസ്റ്റം നമുക്കുണ്ടോ, മാനേജ്മെൻറ്റ് പ്രവർത്തിക്കേണ്ട കറക്റ്റ് ഒരു രൂപരേഖ നമുക്കുണ്ടോ? ഈ കാര്യങ്ങൾ ഒന്ന് വ്യക്തമായി പ്ലാൻ ചെയ്താണ് നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സക്സസ് ഉണ്ടാവും. താങ്ക് യു.